ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ട ഏനാതി മംഗലത്ത് വീട് കയറിയുള്ള ഗുണ്ട ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവം. ആ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. 15 പേരെയാണ് തിരിച്ചറിഞ്ഞത്. രണ്ടുപേരെ അന്വേഷണ സംഘം ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും എന്നുള്ള വിവരം ഡി ബിനോയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബിനോയ്, ഈ ഗുണ്ടാ ലിസ്റ്റിലുള്ള 2 പേരുടെ അമ്മയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ പശ്ചാത്തലം എന്താണ്, എങ്ങനെ ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്? ഫിറോസ്, ഇന്നലെയാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ടത്. കാരണം മെനഞ്ഞാന്ന് രാത്രിയായിരുന്നു ഇവരുടെ വീട്ടിൽ 20 അംഗ സംഘം എത്തി വീട് അടിച്ചു തകർക്കുകയും വീടിനകത്തുണ്ടായിരുന്ന ഈ സുജാത എന്ന് പറയുന്ന സ്ത്രീക്ക് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇവരെ അപ്പോൾ തന്നെ അടൂർ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോയി. ഇന്നലെ ഒരു 11 മണിയോടുകൂടി കോട്ടയം ആശുപത്രിയിൽ വെച്ച് ഇവർ മരണമടയുകയായിരുന്നു. സംഭവം ഇങ്ങനെയാണ്. ഇവരുടെ 2 മക്കൾ സൂര്യലാലും ചന്ദ്രലാലും, ഇവർ 2 പേരും കാപ്പ ചുമത്തി ഗുണ്ടാ ലിസ്റ്റിലുള്ളവരാണ്. ഇവര് തൊട്ടടുത്ത വീട്ടിലെ ഒരു അതിർത്തി തർക്കവും മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. ഇതേ തുടർന്ന് അവിടെ വാക്കേറ്റവും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നായയെ കൊണ്ട് ആ സ്ഥലത്ത് വെച്ച് കുട്ടിയെ കടിപ്പിച്ച വിഷയങ്ങളും അതിൽ കേസും ഒക്കെ നടന്നിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ രാത്രിയിൽ 20 അംഗ സംഘം ഇവരുടെ വീട്ടിലെത്തി വീട് കയറി ആക്രമിക്കുകയും ഈ സ്ത്രീക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള 15 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ മുഖ്യപ്രതികളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. അടൂരിലെയും അതുപോലെ തന്നെ ഏനത്തെയും 2 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള 10 അംഗ സംഘമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതേസമയം ആദ്യം പ്രശ്നമുണ്ടാക്കിയ സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും നിലവിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ട എന്ന നിലപാടിലാണ് പോലീസ്. ഫിറോസ്. അതെ, കൃത്യമാണ്, വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ദാരുണമായ സംഭവമാണ്. വീട്ടമ്മ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം. ആ സംഭവത്തിൽ 15 പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. 15 പ്രതികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത. മുഖ്യപ്രതിയടക്കം 2 പേർ കസ്റ്റഡിയിലാണ്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും എന്ന വാർത്തയും പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ ഡി ബിനോയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.